ഇന്ന് നൊവേനയുടെ 4-ാം ദിവസം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയിൽ നിന്നുള്ള പ്രതിസന്ധി എന്ന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു വിവരണമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിൻ്റെ അടയാളമാണ്. അതായത് തിരച്ചിലിൻ്റെ ഇരുട്ടിൽ നിന്ന് സത്യത്തിൻ്റെ പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര. വിശുദ്ധ അഗസ്റ്റിൻ്റെ യുവാവ അവസ്ഥ ഒരു കലഹമായിരുന്നു. യൗവനത്തിൻ്റെ മോഹങ്ങളും ലൗകിക ചിന്തകളുടെ വലയങ്ങളും സത്യത്തെ തേടിയുള്ള തീരാത്ത അന്വേഷണവും. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലെ മായാമാലിന്യങ്ങൾ വളർന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഒന്നിനെപ്പറ്റി ചിന്തിക്കുവാൻ ഞാൻ അശക്തനായിരുന്നു. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യഹൃദയം പലപ്പോഴും ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ അതിൻ്റെ ആഴങ്ങളിൽ ഒരു ദാഹമുണ്ട്, സത്യത്തെയും ദൈവത്തെയും തേടുവാനുള്ള ഒരു ദാഹം. വിശുദ്ധ അഗസ്റ്റിൻ തന്നോട് തന്നെ ചോദിച്ച ഒരു വലിയ ചോദ്യം ഇതായിരുന്നു: തിന്മ എവിടെ നിന്നാണ് വരുന്നത്? ദൈവം നല്ലവനാണെങ്കിൽ ദുഷ്ടതയുടെ ഉറവിടം എവിടെയാണ്? പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി, തിന്മ ഒരിക്കലും ദൈവം സൃഷ്ടിച്ചതല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും തെറ്റായ തിരഞ്ഞെടുപ്പിൻ്റെയും ഫലമാണ്. സ്രഷ്ടാവിൽ നന്മ മാത്രമാണ് ഉള്ളത്, പക്ഷേ സൃഷ്ടികൾക്ക് നന്മ തെറ്റായി ഉപയോഗിക്കാനുള്ള കഴിവുമുണ്ട്. സത്യത്തെ തേടിയുള്ള വിശുദ്ധ അഗസ്റ്റിൻ്റെ അന്വേഷണം വഴിമുട്ടിയെങ്കിലും അദ്ദേഹം കൈവിട്ടില്ല. എല്ലാം ചോദിച്ചും വാദിച്ചും അന്വേഷിച്ചും അവസാനം അദ്ദേഹം കണ്ടെത്തിയത് സത്യം വെറും വസ്തുക്കളിലും വാദങ്ങളിലുമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിലാണ്. തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സത്യം തെളിഞ്ഞു. കാരണം ഞാനുണ്ട് എന്ന് അറിയുന്നത് പോലെ സത്യമുണ്ടെന്ന് അറിയാൻ സ്വയം തെളിവായിരുന്നു വിശുദ്ധ അഗസ്റ്റിന് അത്. ഈ ഒരു അനുഭവം അദ്ദേഹത്തെ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യഹൃദയം ദൈവത്തിൽ മാത്രമേ വിശ്രമം കണ്ടെത്തൂ. സത്യം ബാഹ്യലോകത്തിൻ്റെ വിസ്മയങ്ങളിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ ഉള്ളിലെ പ്രകാശത്തിലാണ് നിലനിൽക്കുന്നത്. ദൈവം തന്നെയാണ് ജീവനും ജ്ഞാനവും മരണമില്ലാത്ത പ്രകാശവും. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ സത്യത്തെ തേടിയുള്ള അന്വേഷണം നമുക്ക് മുന്നിൽ നൽകുന്ന വലിയൊരു പാഠമാണ്. സംശയങ്ങളും ചോദ്യങ്ങളും കുഴപ്പങ്ങളും ഓൾ പാർട്ട് ഓഫ് ദ സ്പിരിച്വൽ ജേണിയാണ്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിലും തിന്മ എവിടെ, ദൈവം എവിടെ, സത്യമെന്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറ്റബോധം തോന്നാം. പക്ഷേ അത് തെറ്റല്ല. തിരച്ചിലൂടെ തന്നെയാണ് ഹൃദയം ദൈവത്തിലേക്ക് വളരുന്നത്. ഈ ഒരു ബോധ്യമാണ് നമ്മുടെ സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനാൽ വിശുദ്ധ അഗസ്റ്റിൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ വിലയം പ്രാപിക്കും വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്.